2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ബട്ട് ദ ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹി വിൽ സ്ട്രെങ്തൻ യു ആൻഡ് പ്രൊട്ടക്റ്റ് യു ഫ്രം ദ ഈവിൾ വൺ. വളരെ മനോഹരമായ ഒരു ലേഖനമാണ് 2 തെസ്സലോനിക്ക ലേഖനം. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഈ ലേഖനം. 2 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, കർത്താവ് വിശ്വസ്തനാണ്, മാത്രമല്ല അവൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്, മാത്രമല്ല അവൻ നിങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കുന്ന ദൈവമാണ് എന്ന ഒരു വലിയൊരു ആശയമാണ് ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തും. നമ്മൾ ഈ ലേഖനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കുമ്പോൾ 2 പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒന്ന്, അവർ വളരെയധികം പെർസിക്യൂഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അവരുടെ ലോക്കൽ ഗവൺമെൻറ് അവരെ പീഡിപ്പിക്കുവാനായി വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ വിശ്വാസ നിമിത്തം. രണ്ടാമത്, അവരുടെ സഭയിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ്, ഫോൾസ് പ്രോഫറ്റ്സ് എഴുന്നേറ്റ്, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് പലതരത്തിലുള്ള ദുരുപദേശങ്ങളും അതിലൂടെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും സഭയിൽ വരുത്തുവാനായി ശ്രമിക്കുക. വെളിയിൽ നിന്നും അകത്തു നിന്നും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ അവരെ ഉപദേശത്തിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഒരു നല്ലൊരു ലേഖനമാണ് 2 തെസ്സലോനിക്ക ലേഖനം. ഇന്ന് നാം നോക്കുമ്പോൾ ഈ ലേഖനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഈ ലേഖനത്തിന് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ലേഖനത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയും. ഇന്ന് വിശ്വസ്തത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അനേക വാഗ്ദാനങ്ങൾ പറഞ്ഞ് അധികാരത്തിൽ കയറുന്ന ഗവൺമെൻറ് വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നില്ല. ക്യാമ്പയിൻ പ്രോമിസസ് ഒക്കെ അതിനെ ചില ദിവസങ്ങൾക്കകം കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുടുംബത്തിലേക്ക് വന്നാലോ, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസക്കുറവ്, തിരിച്ച് ഭർത്താവിനും ഭാര്യയെ വിശ്വാസക്കുറവുള്ള അനേക കുടുംബങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ വിശ്വസിക്കുവാൻ കഴിയാത്ത കാലഘട്ടം, തിരിച്ച് കുഞ്ഞുങ്ങൾക്ക് അപ്പനെയും അമ്മയും വിശ്വസിക്കുവാൻ കഴിയാത്ത കാലഘട്ടം. എംപ്ലോയർക്ക് എംപ്ലോയിയെ വിശ്വാസക്കുറവ്, തിരിച്ചും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? പലയിടത്തും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ചിലർക്ക് പറഞ്ഞ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പലതരത്തിലുള്ള വാറണ്ടികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓഫറുകളും തന്ന ശേഷം പ്രൊഡക്റ്റുകൾ വിട്ടിട്ട് അതിനെ കസ്റ്റമറുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ആ വാറണ്ടികളെല്ലാം ഓണർ ചെയ്യാതെ പോകുന്ന എത്രയോ മാനുഫാക്ചറിങ് കമ്പനീസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വാക്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ദുഷ്ടന്മാരായ ആളുകൾ അവരെ പീഡിപ്പിക്കുവാനായി വരുന്ന സമയത്തും അവരെ സൂക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്യം കൊടുത്തിരിക്കുന്നത്. കർത്താവോ വിശ്വസ്തൻ, ബട്ട് ദ ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇങ്ങനെയുള്ള സകലവിധമായ അസ്വസ്ഥതകളും പലതരത്തിലുള്ള അൺസർട്ടനിറ്റികളുമുള്ള ഈ ലോകത്തിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ വാക്യം പഠിക്കുമ്പോൾ, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ
വിശ്വസ്തനായ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുകയാണ്. But the Lord is faithful. വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ താൾ വരെ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വസ്തത പുലർത്തുന്ന ഒരു ദൈവം. പലപ്പോഴും അവൻ്റെ വിശ്വസ്തതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ വിശ്വസ്തത കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ആ സ്വഭാവം തന്നെയാണ് വിശ്വസ്തത എന്നാണ് വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ്റെ സ്വഭാവം പ്രവൃത്തിയായി വരുന്ന ആ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം അവൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുകയാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരുപാട് ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് പഠിക്കുവാൻ കഴിയും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയ വിശ്വസ്തത. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അതെങ്ങനെയാണ് കാണുന്നത്? His mercies are new every morning. Great is your faithfulness. Great, ഏറ്റവും അത്യുത്തമമായത്, ഏറ്റവും ഉന്നതമായത് നിൻ്റെ വിശ്വസ്തതയെന്ന് വിലാപങ്ങളെ നമുക്ക് പഠിക്കുവാൻ കഴിയണം. യെരമ്യാ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ആ അവസ്ഥ നോക്കിക്കൊണ്ട് താൻ പറയുകയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ വിശ്വസ്തതയെക്കുറിച്ച് 36-ാം സങ്കീർത്തനത്തിൽ 5-ാം വാക്യത്തിൽ കാണുന്നു. His faithfulness reaches to the clouds. ഇതിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് മെഷർ ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ അത്യുന്നതമായി അവൻ്റെ വിശ്വസ്തത നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര ഉന്നതമായിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി പാർത്താലും, നമ്മൾ പല വാഗ്ദാനങ്ങളിലും ദൈവത്തിൽ നിന്ന് പിന്നോക്കം പോയാലും, പല തീരുമാനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയാലും, ദൈവം അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം ഉന്നതമായ വിശ്വസ്തത കൊണ്ട് നമ്മളെ കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത മറന്നു പോകരുത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, The faithful God who keeps covenant and his mercy for 1,000 generations. 1000 തലമുറ വരെ കരുണ കാണിക്കുന്ന ദൈവം. ഒന്ന് മെഷർ ചെയ്ത് നോക്കി, എത്രയോ വർഷങ്ങൾ കരുണ കാണിക്കുന്ന ദൈവം. അപ്പം നമ്മൾ ഈ വാക്യത്തിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് വിശ്വസ്തരായൊരു ദൈവം. It means God's character does not change with circumstances. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് അത് മാറുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും സാഹചര്യം അനുസരിച്ച് നമ്മൾ വിശ്വസ്തത മാറ്റുകയും മറിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യ സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിയാതെ നമുക്ക് സാഹചര്യങ്ങൾ അതിനെതിരായി തീരുമ്പോൾ നമുക്ക് നോ പറയേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്
does not change with circumstances. സാഹചര്യങ്ങൾ മാറുന്നതിനും മറിയുന്നതിനും അനുസരിച്ച് തൻ്റെ ഈ ക്യാരക്ടർ, വിശ്വസ്തത എന്ന് പറയുന്ന ക്യാരക്ടർ മാറിപ്പോകുന്നില്ല. His promises does not expire when times get tough എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ അവൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും എക്സ്പയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിന്നു പോകുന്നില്ല. അവൻ്റെ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എക്കണോമിക് കണ്ടീഷൻസ്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവൻ്റെ വിശ്വസ്തതയ്ക്ക്, അതായത് ഭംഗം വരുന്നില്ല. പൊളിറ്റിക്സ് മാറുന്നതിനനുസരിച്ച് അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല. കൾച്ചർ മാറുന്നതിനനുസരിച്ച് അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല. വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ ജീസസ് ഇസ് ദ സെയിം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നാം വിശ്വസ്തനായൊരു ദൈവത്തെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, നിങ്ങളൊരു പക്ഷെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അവിശ്വസ്തത കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ലൈഫ് പാർട്ട്ണറായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹിതരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കാം, അവിശ്വസ്തത കൊണ്ട് നിങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഈ ഭാഗത്തൂടെ നമ്മൾ സംസാരിക്കുന്നു. ബട്ട് അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുക. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് 91-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും വിശ്വാസ വഞ്ചന കാണിക്കാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഉണ്ട്. നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ വസ്ത്രത്തിനേക്കാൾ അടുത്ത് നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വസ്തുത ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അവിശ്വസ്തതകളും പലതരത്തിലുള്ള വഞ്ചനകളും സമൂഹത്തിൽ നിന്ന് നേരിടുമ്പോഴും ഇവരെ ഉറപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുകയാണ്, അവർ ഗാഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തനായൊരു ദൈവം. ഈ അവസരത്തിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള സാവകാശം കൂടെ ഈ വചനത്തിൻ്റെ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. നമ്മൾ 136-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത നമ്മളെ കാക്കുന്നു. രണ്ടാമതായി ഈ ഭാഗത്ത് കാണുന്നത്, അവൻ നിങ്ങളെ ഉറപ്പിച്ച് എന്താണ് കാണുന്നത്? അവൻ നിങ്ങളെ ഉറപ്പിക്കുന്നു. നമ്മളെ ഉറപ്പിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹി വിൽ സ്ട്രെങ്തൻ യു. ഇതൊരു ഇമോഷണൽ എൻകറേജ്മെൻ്റ് അല്ല. സാധാരണ കൗൺസിലിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഇമോഷണലായിട്ട് നമ്മളെ എൻകറേജ് ചെയ്ത് വിടും. നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. ഇമോഷണൽ എൻകറേജ്മെൻറ്റൊക്കെ ഒത്തിരി ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഭാഗമെന്ന് പറയുന്നത്, ദിസ് ഈസ് അബൌട്ട് ദ ഡിവൈൻ എംപവർമെൻറ്റ്. ദൈവികമായ ശക്തി നമ്മളുടെ മേൽ തരികയാണ്. നമ്മൾ ബലഹീനരാകുമ്പോൾ, നമ്മൾ പലതരത്തിലും ക്ഷീണിതരാകുമ്പോൾ, മാനസികമായി നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ എംപവർ ചെയ്യുന്നതാണ്, സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്, നമ്മളെ ശക്തീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം.
ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഈ സ്ട്രെങ്തൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്റ്റെറിസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മേക്ക് സ്റ്റേബിൾ, ഉറപ്പിക്കുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്ത്, നമ്മളെ അടിസ്ഥാന ഉറപ്പിക്കുന്നത് പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനമിട്ട് ആ കെട്ടിടത്തെ ഉറപ്പിക്കുന്നത് പോലെ ഉറപ്പിക്കുന്നു. പിന്നെ സ്ട്രെങ്തൻ, ശക്തീകരിക്കുന്നു. അല്ലെങ്കിൽ വേറൊരു ഭാഷ പറഞ്ഞാൽ മെയ്ഡ് ഫേം ആൻഡ് ഇമ്മൂവബിൾ, ഒരിക്കലും കുലുങ്ങാതെ വണ്ണം അതിനെ ഉറപ്പിക്കുന്നു എന്നൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ മൂവിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ, ചലിക്കപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, നമ്മളെ ചലിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവം, നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മളെ ബലഹീനതയിൽ നമുക്ക് ശക്തി തരുന്ന ദൈവം എന്നൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. നമ്മുടെ ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, നിങ്ങളുടെ കൈകൾ കുഴഞ്ഞിരിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ പ്രശ്നസങ്കീർണമായ പ്രശ്നകലുഷിതമായ നിങ്ങളുടെ ജീവിതത്തിൽ കുഴഞ്ഞിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നൊരു ദൈവം ഈ വാക്യത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നു. ഒരു പക്ഷെങ്കിൽ പലതരത്തിലുള്ള പ്രഷറുകൾ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കെട്ടിടത്തെ ഉറപ്പിക്കുന്നത് പോലെ മൂവ് ചെയ്ത് ആടി ഉലയുന്ന സാഹചര്യത്തിലും നിങ്ങളെ ഇമ്മൂവുകളാക്കുവാൻ, കുലുങ്ങാതെ നിർത്തുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ്, സ്ട്രെങ്തൻ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഉറപ്പിക്കുന്ന ഒരു ദൈവം, ശക്തി ഇല്ലാത്തവർക്ക് ശക്തി കൊടുക്കുന്നൊരു ദൈവം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഐ വിൽ സ്ട്രെങ്തൻ യു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും, ഐ വിൽ അപ്ഹോൾഡ് യു, ഞാൻ നിന്നെ താങ്ങും, വിത്ത് മൈ റൈറ്റ്യസ് റൈറ്റ് ഹാൻഡ്, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതെഴുതുമ്പോൾ യെശയ്യാവ് ഈ വചനം എഴുതുമ്പോൾ ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ അവരുടെ മടങ്ങി വരവിനെക്കുറിച്ച് താൻ എഴുതുകയാണ്. അവർ വരുമ്പോൾ അവർ ക്ഷീണിതരാണ്, അവർ ശക്തിയില്ലാത്തവരാണ്, എക്സൈലിൽ കിടക്കുന്നവരാണ്. അവരെ ശക്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ ശക്തിയില്ലാതെ കുഴഞ്ഞ കൈകൾ, തളർന്ന മുഴങ്കാലുകൾ, കുഴഞ്ഞ കൈകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളുടെ കുഴഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശരീരഭാഗങ്ങൾ, തളർന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്സ്, ഈ രാത്രി ഈ സമയത്ത് നിങ്ങൾ ശക്തിപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്. ഐ വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാൻ കടന്നു വരികയാണ്. ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് റൈറ്റ്യസ് റൈറ്റ് ഹാൻഡ്. അതിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥം നോക്കിക്കേ, റൈറ്റ്യസ്, നീതിയുള്ള വലങ്കരം നമുക്ക് വേണ്ടി നീട്ടുക. ഇവിടെ ആ വാക്യം തന്നെയാണ് പറയുന്നത്, അവൻ നിങ്ങളെ ഉറപ്പിക്കുന്നു. വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, ഐ ക്യാൻ ഡു ഓൾ ദിസ് ത്രൂ ഹിം ഹു ഗീവ്സ് മീ സ്ട്രെങ്ത്. എനിക്ക് ശക്തി തരുന്ന ആ ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ കുഴഞ്ഞ സാഹചര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള ഭീഷണികളുണ്ട്, പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ താൻ കടന്നു പോകുമ്പോൾ തനിക്ക് കിട്ടിയ ഊർജമെന്ന് പറയുന്നത്
അപ്പോസ്തലനായ പൗലോസിൻ്റെ ഊർജത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആ ആ ആ ആ ആ ആ ആ പ്രത്യേകാലുള്ള ആ ശക്തിയായിരുന്നു. ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ശക്തിയായിരുന്നു തനിക്ക് ഏറ്റവും പരമപ്രധാനമായി ഉണ്ടായിരുന്നു. ഐ ക്യാൻ ഡു ഓൾ ദിസ് ത്രൂ ഹിം, അവനിലൂടെ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നു, ഹൂ ഗീവ്സ് മീ സ്ട്രെങ്ത്. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, ശക്തി നഷ്ടപ്പെട്ടവനായി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, താങ്കളായിരിക്കുന്ന സ്ഥലത്ത് കുഴഞ്ഞ മനസ്സോടുകൂടിയായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ശക്തി തരുവാൻ കഴിയുന്ന ഒരുവരുണ്ട്. അത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവരോടൊരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവേ, ഐ വാണ്ട് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ, ഐ വാണ്ട് ടു മൂവ് ഫോർവേഡ്, ലോർഡ് ഹെൽപ്പ് മീ എന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതിയാകും. അവൻ്റെ ശക്തി, പൗലോസിനെ ശക്തിപ്പെടുത്തിയ, പൗലോസിനെ ബലപ്പെടുത്തിയ അതേ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എഫെസ് ലേഖനം 3:16 ഇങ്ങനെ കാണുന്നു, I pray that out of his glorious riches he may strengthen you with power through his spirit. He may strengthen you. അവൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. എഫെസ് ലേഖനം 3:16. ഒരു പ്രത്യേക കാര്യം ഈ സ്ട്രെങ്തൻ എന്നുള്ള വാക്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് നമ്മളെ ശക്തീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഗമമായി പോകുന്നതിന് വേണ്ടിയല്ല കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് ലൈഫ് ഈസി. നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളില്ലാതെ, ഭാരങ്ങളില്ലാതെ, സുഗമമായി ഈസിയായി പോകുന്ന ഒരു എല്ലാം ഉള്ളത്, കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ കർത്താവ് ശക്തീകരിക്കുന്നത് ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയല്ല. എന്നാൽ ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് അസ് സ്ട്രോങ്. നമ്മളെ ശക്തരാക്കുകയാണ്. അവൻ പ്രശ്നങ്ങളെ എടുത്ത് മാറ്റത്തില്ല ചില സന്ദർഭങ്ങളിൽ. എന്നാൽ ആ പ്രശ്നത്തിൻ്റെ നടുവിലൂടെ സ്ട്രോങ് ആയി നിൽക്കുവാൻ, ശക്തരായി നിൽക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഓബ്സ്റ്റക്കിൾസ് ചിലപ്പോൾ മാറ്റത്തില്ല. എന്നാൽ ഓബ്സ്റ്റക്കിൾസിൻ്റെ നടുവിലൂടെ നമ്മൾ നടന്ന് കയറുവാൻ ദൈവം ശക്തിയും ബലവും തരികയാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്നിടും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. മതിലുണ്ട്, മതിൽ മാറ്റിയിട്ടില്ല, പക്ഷെ ഞാനത് ചാടിക്കടക്കുവാനുള്ള സ്ട്രെങ്ത് എനിക്ക് അവൻ തരികയാണ്. പടക്കൂട്ടമുണ്ട്, യുദ്ധമുണ്ട്, പ്രശ്നമുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ നേരെ ചെല്ലുവാൻ തക്കവണ്ണമുള്ള ശക്തി എനിക്ക് തരികയാണ്. ദൈവം നമുക്ക് ട്രബിൾ ഫ്രീ ലൈഫ് ഓഫർ ചെയ്തിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ആ ട്രബിൾ ഫ്രീ ലൈഫ് എടുത്ത് കളഞ്ഞിട്ടില്ല. എന്നാൽ ട്രബിൾ ഫ്രീ ലൈഫിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ മറികടക്കുവാനുള്ള ശക്തി ദൈവം എനിക്കും നിങ്ങൾക്കും തരികയാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്, അവൻ നിങ്ങളെ ഉറപ്പിക്കുന്നു. He will strengthen you. ഈ ശക്തി തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാം. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, ജീവിതത്തിൽ കുഴയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ അവസരം ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്
അവൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ അവൻ നിങ്ങൾക്കും എനിക്കും തരുവാനായി ആഗ്രഹിക്കുക. അവൻ ഉറപ്പിക്കുന്ന ദൈവമാണ്. അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവമാണ്. അവൻ ഇമ്മൂവബിളാക്കുന്ന ദൈവമാണ്. ഒരു പക്ഷെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ യെശയ്യാവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുമെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അവിടെ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഹെൽത്ത് ക്രൈസിസ് ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ പോകും. ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷേ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷേ റിലേഷണലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്ന സാഹചര്യത്തിലായിരിക്കാം എന്നെ നിങ്ങളൊരു പക്ഷേ കേൾക്കുന്നത്. എന്നാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഈ സാഹചര്യങ്ങളുള്ളപ്പോൾ അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ മേൽ വ്യാപരിക്കുവാൻ ദൈവം ശക്തനാണ്. മൂന്നാമതായി, He will protect you from the evil one. അവൻ ദുഷ്ടൻ്റെ കയ്യിൽ ഏൽക്കാതെ വണ്ണം കാത്തുകൊള്ളും. ഈ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ, ഈവിൾ വണ്ണിൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളും. നമുക്ക് ഇവിടെ വായിക്കുന്നത് ഈവിൾ വൺ അല്ലെങ്കിൽ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ പിശാച് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ എനിമി prowls around like a roaring lion looking for someone to devour. കടിച്ചു കീറേണ്ടതിന് നടക്കുകയാണ്. അപ്പം ഒരു എനിമിയുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ഇത് മറന്നു പോകാറുണ്ട്. വേദപുസ്തകം വളരെ സ്പഷ്ടമായി ഒരു എനിമിയുണ്ട്, ദൈവമക്കൾക്കൊരു എനിമിയുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അതിനെ ഇഗ്നോർ ചെയ്യുവാനായി പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആഹ്വാനം നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. വേദപുസ്തകം വളരെ വ്യക്തമായി നമുക്കൊരു ശത്രു ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു, പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എനിമി അവൻ തന്ത്രപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്. അവൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവൻ അപകടകാരിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടോ എന്നറിയുന്നു. ഈ സിംഹത്തിൻ്റെ ആ ഇരപിടിക്കുന്ന ആ കാര്യം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുന്നവനെ അവൻ പിടിക്കാറുള്ളത്. കൂട്ടത്തെ അവൻ ചിതറിച്ച് കളയും. ചിതറിച്ചിട്ട് ഒറ്റയ്ക്ക് വരുന്നവനെ മാത്രം വിഴുങ്ങും. അവന് നേരിടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് വലിയൊരു ആത്മീയ പാഠം നമുക്ക് പഠിക്കുവാനുള്ളത്, പ്രത്യേകിച്ച് കൂട്ടായ്മയുടെ ബന്ധം വളരെ ശക്തമായി നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ ചിതറിക്കുവാൻ അവൻ നോക്കും, അത് ഇന്നും
പലതരത്തിലും നോക്കിക്കൊണ്ടിരിക്കുക. സിംഹത്തിൻ്റെ സ്ട്രാറ്റജി തന്നെയാണ് പിശാചും ദൈവസഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ചിതറിക്കുക, അതവൻ്റെ ഭാഗമാണ്. അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് അതിൽ നിന്നും ഓരോന്നോരോന്ന് രക്ഷപ്പെടുന്നവനെ പിടിച്ച് വിഴുങ്ങുക, അവനെ പിടിച്ച് ഉപദ്രവിക്കുക, അവനെ തീർക്കുക. അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കൂട്ടം വിടുമ്പോൾ ഓർത്തോണം ഇവൻ്റെ പിശാചിൻ്റെ വായിലേക്ക് നേരിട്ട് ഇന്ന് വീഴുകയാണ്. ഒരു എനിമി ഉണ്ട് നിശ്ചയമാണ്. ഹി ഈസ് സ്ട്രാറ്റജിക്, ഹി ഈസ് റിലൻറ്റ്ലെസ് ആൻഡ് ഹി ഈസ് ഡേഞ്ചറസ്. നമ്മളതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം വെറും മൗഢ്യമായ ലോകത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് എന്താ? 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യം വീണ്ടും പറയട്ടെ, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക. എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാനുള്ള സമയമായിരിക്കുന്നു. 4 തരത്തിലുള്ള പ്രൊട്ടക്ഷൻസാണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൂടെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫെസ് ലേഖനം 6-ാം അധ്യായം 10-18 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, ആർമർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം നാം എടുക്കണമെന്നാണ് അവിടെ നമ്മൾ പറയുന്നത്. അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 തരത്തിലുള്ള ലേയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. 4 തരത്തിലുള്ള സംരക്ഷണ വലയമാണ് അവൻ നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൻ്റെ 1-ാമത്തെ ഭാഗം നാം തന്നെ എടുക്കേണ്ടുന്ന ആയുധങ്ങളുണ്ട്. അത് നമുക്ക് നന്നായി അറിയാവുന്ന ഭാഗമാണ്. എഫെസ് ലേഖനം 6-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10-18 വരെയുള്ള വാക്യങ്ങൾ വളരെ ലെങ്തി ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുകയാണ്. സർവായുധവർഗം എടുക്കുക, നമ്മുടെ എനിമി ആരാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടുന്ന ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. സത്യം അരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചമെടുക്കുക, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക, വിശ്വാസം എന്ന പരിചയം എടുക്കുക, രക്ഷ എന്ന ശിരസ്ത്രം എടുക്കുക. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വേണം നാം ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ നാം തയ്യാറാകേണ്ടത്. ഇതൊരു സ്പിരിച്വൽ വാറാണ്. അപ്പം ആർമർ ഓഫ് ഗാഡ് അവൻ നമുക്ക് തന്നിരിക്കുക. അവൻ നമ്മളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് തന്നിരിക്കുന്നത് ഈ ആർമർ ഓഫ് ഗോഡാണ്. സർവായുധവർഗം തന്നിരിക്കുക. അത് എടുത്തേ ഒക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടും. അത് വളരെ വ്യക്തമായി നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. 2-ാമത്തെ കാര്യം, എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പം 2-ാമത്തെ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ എന്ന് വായിക്കുന്നു. നമുക്ക് വേണ്ടി ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തൊരു ക്രിസ്തു, അതുമൂലം
സാത്താൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുന്നു. അതാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ നമ്മളെ കാത്തുകൊള്ളുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ, രണ്ടാമത്തെ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവൻ്റെ പക്ഷപാത പ്രാർത്ഥനയാണ്. പ്രിയ സ്നേഹിത, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു ക്രിസ്തു, അവൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനും നിങ്ങളും സർവൈവ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം, ഒരു വസ്തുത, ഒരു സത്യം നമ്മൾ മറന്നു പോകരുത്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, അവൻ്റെ സർവായുധവർഗം എനിക്ക് തന്നിരിക്കുകയാണ്. 2, അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എബ്രായ ലേഖനം 7:25. മൂന്നാമത്തെ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നത് 14-ാമത്തെ അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ. 16-17 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാത്തതിനാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്തുകൊണ്ട് അവനെ അറിയുന്നു. മൂന്നാമത്തെ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം, നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം. ലോകം അവനെ കാണുന്നില്ല, അവനെ അറിയുന്നില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നാം തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, ദുഷ്ടൻ്റെ കയ്യിൽ വീഴാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. 4-ാമത്തെ കാര്യം, ദ സപ്പോർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എഫെസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ കാണും. 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുമായുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിനുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുമുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലും ഉള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പം ദ സപ്പോർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ വാക്യം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ദൈവസഭയുടെ സപ്പോർട്ട്, അത് നിമിത്തം നാം വളർച്ച പ്രാപിക്കുന്നു. അത് നിമിത്തം നാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരട്ടെ. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സർവായുധവർഗം നമുക്ക് തന്നിട്ടുണ്ട്. 2, അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. 4, സഭയുടെ കൂട്ടായ്മ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളോട് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊട്ടക്ഷൻ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണമുള്ള നമ്മുടെ പ്രൊട്ടക്ഷൻ, അവൻ ഒന്നുകൂടെ അതിനെ ബലപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം
ദൈവം നമ്മളെ കാക്കുന്നതിനായി സ്തോത്രം. ഐഡിയ സ്കഡർ അമേരിക്കൻ മിഷണറി ആയിരുന്നു. വളരെ മിഷണറി പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് സ്കഡർ ഫാമിലി. അവർ ന്യൂജേഴ്സിയിൽ ആയിരുന്നു അവരുടെ ജന്മസ്ഥലം. ഒരു ഫാമിലി വെല്ലൂർ വന്ന് പ്രവർത്തിച്ചു. ഒരു ഫാമിലി കുവൈറ്റിൽ, സ്കഡർ ഫാമിലി കുവൈറ്റിൽ വന്ന് പ്രവർത്തിച്ചു എന്ന ചരിത്രമുണ്ട്. അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് നന്നായിട്ട് അറിയുവാൻ കഴിയും. അവർ തമിഴ്നാട്ടിൽ വന്നപ്പോൾ 3 സ്ത്രീകളുടെ ദാരുണമായ മരണം അവർ കണ്ടു. അവരുടെ ആ സ്ത്രീകളുടെ പ്രസവ സമയത്ത് കെയർ ചെയ്യുവാനില്ലാതെ അവരെ മരണം കൊണ്ടുപോയ കാഴ്ച നേരിട്ട് കണ്ടപ്പോൾ അവർ തിരിച്ച് അമേരിക്കയിലേക്ക് വന്ന് മെഡിക്കൽ ഡോക്ടറായി ട്രെയിൻ ചെയ്ത് താൻ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് വന്നു. അങ്ങനെ താൻ സ്ഥാപിച്ച ആ സ്ഥാപനമാണ് ഇന്നത്തെ ലോകപ്രശസ്തമായ CMC വെല്ലൂർ. She faced cultural barriers, diseases, lack of support. പലതരത്തിലുള്ള കൾച്ചറൽ പ്രശ്നങ്ങൾ താൻ നേരിട്ടു. പലതരത്തിലുള്ള രോഗങ്ങൾ താൻ നേരിട്ടു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ താൻ നേരിട്ടു. എന്നാൽ ദൈവം ആ സഹോദരിയെ പ്രൊട്ടക്റ്റ് ചെയ്തു. miraculously protected her health and reputation എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. താൻ CMC വെല്ലൂരിൽ തുടങ്ങി. ഇന്നത് ലോകപ്രശസ്തമായ ഒരു സ്ഥാപനമായത് മാറി. ഇതിനകത്ത് നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്നതിന് ഗോഡ് പ്രൊട്ടക്ട്സ് ഫ്രം ഡേഞ്ചർ. എല്ലാ അപകടങ്ങളിലും ദൈവം പഠിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ പ്രിസർവ് us for a greater calling. നമ്മൾ ചെയ്തു തീർക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനും വരെയും ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ കൂടെ സംഭവം ഞാൻ പറയട്ടെ. ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ സ്കഡറിൻ്റെ കാര്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുവെങ്കിൽ വേറൊരു ദൈവദാസനുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. പലപ്പോഴും പലർക്കും നിങ്ങൾക്കറിയാവുന്നൊരു ദൈവദാസനാണ്. ആ പേര് നിങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്. ഭക്ത് സിംഗ്. ഭക്ത് സിംഗ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ ഒരു ഇന്ത്യയിലെ ഒരു പവർഫുള്ളായ വളരെ ശക്തനായൊരു സുവിശേഷകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ താൻ വന്നു. നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ ബിറ്റ്വീൻ 1940 and 1960 ശക്തമായ പ്രവർത്തനത്തിൻ്റെ സമയത്താണ്. അവിടെ താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ കുപിതരായി, സുവിശേഷത്തിൻ്റെ ശത്രുക്കളായവർ മാറി. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ തന്നെ ആക്രമിക്കുവാനായി വരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ല. താൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഒരു വലിയൊരു ഒരു കൂട്ടം ആൾക്കൂട്ടമായി അവിടെ കടന്നു വരികയാണ്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നേതാവ് തന്നെ അടുത്ത് വരികയും പെട്ടെന്ന് ഒരു തരത്തിലുള്ള രോഗത്താൽ ബാധിതനായി താൻ അവിടെ വീഴുകയും ചെയ്തു. അത് കണ്ടുകൊണ്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി. മാത്രമല്ല അതിന് ശേഷം ആ ലീഡർ സുവിശേഷം കേട്ടു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. God can confuse the enemy. ശത്രുവിനെ കൺഫ്യൂസ് ചെയ്യുവാൻ, അവനെ ചിതറിക്കുവാൻ കഴിയും. തൻ്റെ ദാസനെ കാക്കുവാൻ കഴിയും. അത് ഒരു സൂപ്പർ നാച്ചുറൽ
മിറക്കിളായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ച ഭാഗത്തേക്ക് വരാം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഇന്ന് നിങ്ങളേത് സാഹചര്യത്തിലായിരിക്കുന്നു, നിങ്ങളെ സഹായിപ്പാൻ അവൻ ശക്തനാണ്. അവൻ നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ചാഞ്ചല്യമുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, ഏത് ഡിസിഷൻ നിങ്ങൾ എടുക്കണമെന്ന് അറിയാതെ നിങ്ങൾ കുഴയുന്നുവെങ്കിൽ, നിങ്ങളെ ഉറപ്പിക്കുവാൻ അവൻ ശക്തനാണ്. മാത്രമല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാക്കുന്ന ചുമതല അവനുണ്ട്. 4 തരത്തിലുള്ള ലേയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ കൊണ്ട് നിങ്ങളെ അവൻ മൂടിയിരിക്കുക. നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ, അവന് നിങ്ങളെക്കുറിച്ച് ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം അവന് വിലയേറിയതാണ്. അവൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് എന്നും ഊവെന്ന് തന്നെയാണ്. അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ കൈവിടത്തില്ല. അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങളുടെ വഴികളിലെല്ലാം കാക്കേണ്ടതിനാണ്. നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുക. നമ്മുടെ തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, നിൻ്റെ വചനം ഞങ്ങൾ അല്പമായി കണ്ടു. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഒരു വിശ്വസ്തനായൊരു കർത്താവ്, ഞങ്ങളെ ഉറപ്പിക്കുന്നൊരു കർത്താവ്, ഞങ്ങളെ കാക്കുന്നൊരു കർത്താവ്, ഞങ്ങളുടെ കരവലയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവത്തിൻ്റെ കൃപ ആഴത്തിൽ ചൊരിയണമേ. അവരുടെ അസ്വസ്ഥമായ ജീവിതം സമാധാനപൂർണ്ണമാകട്ടെ. ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് അവരുടെ ജീവിതം കടന്നു വരട്ടെ. ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിൻ്റെ കരുണയുടെ കരങ്ങൾ അവരുടെ മേൽ വെച്ച് അവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. താങ്ക് യു.